ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണമെന്നൊന്നുമില്ല. സത്യം പറഞ്ഞൊക്കെ ചെയ്യണമെന്നില്ല. പക്ഷേ ഇത് ഞാൻ ഒരുപാട് തവണ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ കേട്ടില്ല. അച്ഛന് ഇപ്പോൾ രാവിലെ തന്നെ വാഴക്കുട്ടികളെ മാറ്റി വെക്കണത്രേ. അപ്പോൾ ഞാനിത് ഒന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എല്ലാവർക്കും അറിയില്ലല്ലോ ഇപ്പോൾ ഈ ചെടി ഇപ്പോൾ എന്തിൻ്റെയാണ് ഒന്നും എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞുതരാൻ വിചാരിച്ചിട്ട് ഞാൻ അച്ഛനെയും കൂട്ടിയിട്ട് വരാൻ വിചാരിച്ചപ്പോൾ അച്ഛന് സമയമില്ല, വാഴക്കുട്ടികൾ വെക്കണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇത് ഞാൻ വെച്ച ചെടിയൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ എന്തൊക്കെ ഗുണങ്ങളൊക്കെ എനിക്കറിയാം. സോ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം എന്ന് കരുതി. അതാണ് ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നതിൻ്റെ കാരണം. ഓക്കെ, ഞങ്ങൾക്ക് ചെടി കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ചെടി. ഇതിൽ കായ നിൽക്കുന്നത് കണ്ടോ? ഈ ചെടിയുടെ പേരാണ് മക്കൊണ്ടത്തേവ. പേര് തന്നെ വണ്ടർഫുള്ളാണ്. അതേപോലെ തന്നെ അതിൻ്റെ കായും വണ്ടർഫുള്ളാണ്. ഇതൊക്കെ ഇപ്പോൾ പഴുത്ത് നിൽക്കണ കായാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇത്രയും പഴുത്തുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പൊട്ടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ രാവിലെ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് റെഡിയാക്കാൻ വിചാരിച്ചപ്പോൾ അച്ഛൻ വന്നില്ല. ഈ മക്കൊണ്ടത്തേവ എന്ന് പറയുന്നത് പേര് വണ്ടർഫുൾ ആയതുപോലെ തന്നെ ഇതിൻ്റെ ഗുണവും വണ്ടർഫുൾ തന്നെയാണ്. ഇത് നമ്മൾ പ്രമേഹ രോഗികളൊക്കെ ഇല്ലേ, അതായത് ഷുഗറിനൊക്കെ ഉപയോഗിക്കണ നല്ലൊരു ഔഷധ ഗുണമുള്ള കായാണ്. ഇതെങ്ങനെ ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായ നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഇത് ഉണക്കാൻ വയ്ക്കുക. മറ്റേ തോല് ഉണക്കാൻ വയ്ക്കുക. എന്നിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് കുടിക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണെന്ന് പറഞ്ഞാൽ അത്രയും നല്ലതാണ്. എല്ലാവരുടെയും വീട്ടിൽ ഓരോരോ ചെടി ഉള്ളത് എന്ന് പറയുമ്പോൾ അതും നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഷുഗർ ഉണ്ട്. ഇപ്പോൾ 70 വയസ്സോ 80 വയസ്സോ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല ഷുഗർ വരാൻ. ഇപ്പോഴത്തെ ജനറേഷനും കാലാവസ്ഥ എന്തൊക്കെയോ അനുസരിച്ചിട്ട് ചെറിയ കുട്ടികൾക്ക് അടക്കം ഇപ്പോൾ ഷുഗർ വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ചെടി വാങ്ങി വെക്കണത് നല്ലതായിരിക്കും. എല്ലാവരുടെ വീട്ടിലും ഉള്ളത് നല്ലതാണ്. ഇതിന് അധികം പണിയുമില്ല. ഇത് പഴുത്ത് കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടിക്കുക, അല്ലെങ്കിൽ ഇത് തന്നെ നിലത്ത് വീണ് കിടക്കുന്നുണ്ടാവും. നിലത്ത് വീണ് കിടക്കുന്ന എടുക്കുക, അതിനതാക്കുക, അത് ഉണക്കുക, എന്നിട്ട് അതിൻ്റെ ഓരോരോ പീസായിട്ട് വെള്ളത്തിലിട്ടിട്ട് കുടിക്കുക. നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.